ഞാൻ പറയുന്നത് നിങ്ങൾ ക്യാൻസർ മാറുന്നൊന്നല്ല. ആ ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ചിട്ടുണ്ടായ ഈ സൈഡ് എഫക്റ്റ്, ഈ കൈയിൻ്റെയും കാലുകളുടെയും പൊട്ടി ഈ തൊലിയൊക്കെ പോയി നാശമില്ലത്, ഈ ഒരവസ്ഥ ഇത് മാറുന്നാണ് ഞാൻ പറയുന്നത്. അത് മാറിയാൽ മതിയോ? ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ ക്യാൻസർ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നത് ഇതൊന്നും എനിക്കറിയാത്ത കാര്യമാണ്. എനിക്ക് ഒരു കാര്യം അറിയാം, ഇപ്പോൾ ഈ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, ഇത് എന്നേക്കായിട്ട് മാറിയിട്ട് കാല് പഴയതുപോലെയാവും. അത് മതിയോ എന്നാണ് എൻ്റെ ചോദ്യം. അത് മതിയെങ്കിൽ ഞാനിപ്പം മരുന്ന് വെക്കാം, ഇത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ കൈയും കാലവും മതിയോ? എന്നാൽ അൽഹംദുലില്ലാ ഇത് മാറിയെന്ന് നീ ഈ സമയം മുതൽ അങ്ങ് ഉറപ്പിച്ചോളൂ. ഞാനാ പറയുന്നത്, കിട്ടേ കിട്ടോ, ഇനിയില്ല. എന്താ പേര്? ഫാത്തിമ. നിങ്ങളോ? ആരാണ് നിങ്ങൾ? എന്താ ശരിക്കും ഭാര്യക്ക് സംഭവിച്ചത്? ക്യാൻസറിന്റെ തുടക്കം പറഞ്ഞു. ഞങ്ങൾക്കും മനസ്സിലായത് ഇവർ മുറ്റടിക്കുമ്പോൾ ഊരവേദന തുടങ്ങി. അപ്പം ഞങ്ങൾ അടുത്ത ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോയി. അപ്പോൾ അവർ തൽക്കാലത്തെ ഈ വേദനയ്ക്കുള്ള സംഹാരി തരുന്ന, അപ്പം മാറുന്നു, പിന്നെയും തുടങ്ങുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറി 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 അവസാനം ഞങ്ങൾ ഈ MBRലെത്തി. ഇപ്പോൾ അവിടുത്തെ ചികിത്സ 2.5 കൊല്ലമായിട്ട്. അവിടെ എന്താണ് ചികിത്സ? അവിടെ ആദ്യം കീമോ ആയിരുന്നു, പിന്നെ റേഡിയേഷൻ ഉണ്ടായിരുന്നു. ക്യാൻസർ ആണെന്ന് ഇതൊക്കെ ആവശ്യം ചെയ്തിട്ട് മനസ്സിലായിട്ടുള്ള തന്നെയാണ് ക്യാൻസർ ആണെന്ന്. പക്ഷേ ബ്രസ്റ്റിലും വെല്ലിനും ഒക്കെ മാറി. പക്ഷെ അത് ബ്രെയിനിലേക്ക് എടുത്ത്, തലയിലേക്ക് എടുത്ത്. അപ്പോൾ അതിന് ഡോസ് കൂട്ടി മരുന്നിൻ്റെ അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ കാണുന്നത്. അതായത് ക്യാൻസറിന് ചികിത്സ നടത്തിയിട്ട് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറയുന്നു. അങ്ങനെ ചികിത്സ തുടങ്ങിയിട്ടുണ്ടാവില്ല അതിനും? അതിപ്പോൾ എത്ര കാലമാവും? ഇതിപ്പോൾ 1 മാസമായി ഇതിൻ്റെ ചികിത്സ തുടങ്ങിയിട്ടുള്ളൂ. ഈ കളറ് ഇങ്ങനെ വന്നെങ്കിലും ആ കളറ് മാറുമെന്ന് പറഞ്ഞാൽ ക്രീം, അതിന് മോയ്സ്ചറൈസിങ് ക്രീം തന്നിരുന്നു. പക്ഷെ പിന്നെ ഇതിങ്ങനെ പൊട്ടൽ തുടങ്ങിയപ്പോൾ അതിപ്പോൾ 1 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി ഇൻഫെക്ഷനൊക്കെ ആയി, അത് പ്രശ്നങ്ങൾ കൂടുതലാവുന്നു. അവർ കാര്യമായിട്ട് അതിനായിട്ട് ഇല്ല, അവർ ക്യാൻസറിൻ്റെ മരുന്ന് തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. ആ മരുന്നൊന്ന് ഡോസ് കുറച്ചിപ്പോൾ 4 ഒരു ദിവസം കഴിക്കുന്നത് 2 ആക്കി മാറ്റി. ചില മരുന്നുകൾ നിർത്തി. അവർ ഉറപ്പായിട്ടൊന്നും പറയുന്നത് മാറിക്കോളും എന്ന് പറഞ്ഞാൽ ഉറപ്പ് പറയുന്നു. പറയുകയാണെങ്കിൽ കുറച്ച് കാലം നിങ്ങൾ അതന്നെ നോക്കിക്കൂടെ, ഇതിലേക്ക് പോകണം, ഈ കഷ്ടപ്പാടിലേക്ക്. നിങ്ങൾ പച്ചക്കറിയാണ്, ഈ കുട്ടികളാവേണ്ടി വരും, ഭർത്താവേണ്ടി വരും. അത് ഞങ്ങൾ എന്തും തയ്യാറാണ്. അല്ല, അവർ മാറുന്നു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടി ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. 2.5 കൊല്ലത്തിലേറെ ഇനി ഞങ്ങൾ അതിന് പിന്നാലെ വന്നിട്ട് ഞങ്ങൾ വെറുതെ ഈ ആളുടെ ആയുസ് വെറുതെ ഇങ്ങനെ കളയാമെന്നില്ലാതെ കൂടുതലായിട്ട് ഞങ്ങൾക്ക് പിന്നെ പിടിച്ചാൽ കിട്ടാതാവുന്നില്ല. അപ്പോൾ ഇത് മാറുന്നവർ പറയുന്നില്ല? ഇല്ല. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ കൈയും കാലൊക്കെ ആവും. നിങ്ങൾ കൃത്യമായിട്ട് വരുമോ? ഞങ്ങൾ കൃത്യമായിട്ട് വരാം, ഉറപ്പാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ക്യാൻസർ മാറുന്നൊന്നല്ല. ആ ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ചിട്ടുണ്ടായ ഈ സൈഡ് എഫക്റ്റ്, ഈ കൈയിൻ്റെയും കാലുകളുടെയും പൊട്ടി ഈ തൊലിയൊക്കെ പോയി നാശമില്ലത്, ഈ ഒരവസ്ഥ ഇത് മാറുന്നാണ് ഞാൻ പറയുന്നത്. അത് മാറിയാൽ മതിയോ? ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ ക്യാൻസർ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറയുന്നത് ഇതൊന്നും എനിക്കറിയാത്ത കാര്യമാണ്. എനിക്ക് ഒരു കാര്യം അറിയാം, ഇപ്പോൾ ഈ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, ഇത് എന്നേക്കായിട്ട് മാറിയിട്ട് കാല് പഴയതുപോലെയാവും. അത് മതിയോ എന്നാണ് എൻ്റെ ചോദ്യം. അത് മതിയെങ്കിൽ ഞാനിപ്പം മരുന്ന് വെക്കാം, ഇത് കംപ്ലീറ്റ് മാറിയിട്ട് സാധാരണ കൈയും കാലവും മതിയോ? എന്നാൽ അൽഹംദുലില്ലാ ഇത് മാറിയെന്ന് നീ ഈ സമയം മുതൽ അങ്ങ് ഉറപ്പിച്ചോളൂ. ഞാനാ പറയുന്നത്, കിട്ടേ കിട്ടോ, ഇനിയില്ല.
കാലം